ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 48-ാം വാക്യം. അപ്പോൾ ഈശോ പറഞ്ഞു, അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ. ഒരു രാജസേവകൻ ഈശോയുടെ അടുത്ത് വന്ന് തൻ്റെ പുത്രനെ സുഖപ്പെടുത്തണമെന്ന് സഹായം ചോദിച്ച് അപേക്ഷിച്ചപ്പോൾ ഈശോ നൽകിയ മറുപടിയുടെ ഒരു ഭാഗമാണിത്. മരിക്കാറായി കിടന്ന തൻ്റെ മകനെ ഈശോയുടെ അടുത്ത് കൊണ്ടുവന്ന് സുഖപ്പെടുത്തണമെന്ന് ഈ പിതാവ് യാചിക്കുന്നു. അകലെ നിന്ന് വന്ന ഈ മനുഷ്യന് ഈശോയിൽ വലിയ വിശ്വാസമുണ്ടായിരുന്നു. പക്ഷെ ഈ രാജസേവകന് ഈശോ കൊടുക്കുന്ന മറുപടിയിൽ ഈശോയുടെ ചില പരിഭവവും കൊച്ചു പിണക്കങ്ങളുമൊക്കെ കാണുന്നുണ്ട്. കാരണം ഈശോ അതിനു മുമ്പ് പറഞ്ഞിരുന്നു, പ്രവാചകൻ സ്വന്തം നാട്ടിൽ ഒട്ടും സ്വീകരിക്കപ്പെടുന്നില്ല, ബഹുമാനിക്കപ്പെടുന്നില്ല എന്നുള്ളത്. ഈശോയ്ക്ക് വ്യക്തിപരമായി ഒരു ചെറിയ ഇഷ്ടക്കേടും നീരസവും പരിഭവവും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും നമ്മൾ കാണുന്ന ഒരു കാര്യം, ഈശോയുടെ മനസ്സിൻ്റെ ചിന്തകളും വിഷമങ്ങളും ഒന്നും അറിയാതെ ഈശോയ്ക്ക് തൻ്റെ മകനെ സുഖപ്പെടുത്താൻ കഴിയും എന്ന് വിശ്വസിച്ച് സഹായം ചോദിച്ചു വന്ന ആ പാവം മനുഷ്യൻ്റെ ആഗ്രഹം ഈശോ തൻ്റെ വിഷമം മാറ്റിവെച്ച് സാധിച്ചു കൊടുക്കുന്നു. ഈശോ അവനോട് കൂടുതലൊന്നും പറയുന്നില്ല, ആ മകനെ സുഖപ്പെടുത്തുന്നു. അവൻ്റെ ഈ വന്ന പിതാവിൻ്റെ വിശ്വാസം കണ്ട് നമ്മുടെ പ്രായോഗിക ജീവിതത്തിന് ഒരു വലിയ മാതൃക ഇവിടെ ഈശോ നൽകുകയാണ്. പലപ്പോഴും നമ്മുടെ ഒരു മൂഡ് ശരിയല്ലെങ്കിൽ, നമ്മുടെ മനസ്സിൽ ഒരാളോടൊരു ഇഷ്ടക്കേടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കാണുന്ന എല്ലാവരോടും ആ ഇഷ്ടക്കേട് കാണിക്കുകയും ആ മൂഡ് നല്ലതല്ലാത്തത് മറ്റുള്ള എല്ലാവരെയും അറിയിക്കുകയും ചെയ്യുന്നവരാണ്. ഇവിടെ ഈശോ കാണിച്ചു തരുന്ന ഒരു മധുര, തനിക്ക് വ്യക്തിപരമായി ചില ആളുകളിൽ നിന്നൊരു വിഷമം ഉണ്ടെങ്കിലും അതൊന്നും അറിയാതെ തൻ്റെ അടുത്തൊരു സഹായത്തിന് വന്ന മറ്റൊരു മനുഷ്യൻ, ആ മനുഷ്യനോട് അതൊന്നും കാണിക്കുന്നില്ല. ഈശോ അവൻ്റെ ആവശ്യം എന്താണോ, അവൻ്റെ ആഗ്രഹം എന്താണോ അത് സാധിച്ചു കൊടുത്ത് അവനെ സന്തോഷത്തോടെ മടക്കി അയക്കുന്നു. ഒരാളോടുള്ള ദേഷ്യം ഒന്നും അറിയാത്ത പാവങ്ങളോട് പലപ്പോഴും തീർക്കുന്ന നമ്മുടെ ജീവിതങ്ങൾക്ക് ഒരു നല്ല പെരുമാറ്റത്തിൻ്റെ, പ്രായോഗിക പെരുമാറ്റത്തിൻ്റെ മാതൃകയാണ് ഈശോ ഇവിടെ കാണിച്ചു തരുന്നത്. ഈ തിരുവചന ഭാഗത്തിൻ്റെ മറ്റ് ആത്മീയാർത്ഥങ്ങൾ ഏറെയുണ്ടെങ്കിലും ഈശോയുടെ ഒരു പ്രായോഗിക നല്ല ജീവിത മാതൃക നമ്മളിന്നിവിടെ കണ്ടെത്തുന്നു. നമ്മുടെ വ്യക്തിപരമായ ബുദ്ധിമുട്ടുകളോ ഇഷ്ടക്കേടുകളോ പ്രയാസങ്ങളോ ഒന്നും മറ്റുള്ളവരെ അറിയിക്കാതെ അവർക്ക് സാധിക്കുന്നത്ര നന്മ സന്തോഷത്തോടെ ചെയ്തു കൊടുക്കാനും, ഒരുപക്ഷെ നമ്മുടെ ഒരു വാക്ക്, നമ്മുടെ ഒരു സാന്നിധ്യം, നമ്മുടെ ഒരു നല്ല പ്രവൃത്തി വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കാം അത്. ഇവിടെ ഈശോയ്ക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന സൗഖ്യമാണ്. ഈശോ അത് കൊടുത്തില്ല എന്ന് കരുതി ആരും ഈശോയോടൊന്നും ചോദിക്കാനില്ല. പക്ഷേ ഈശോ തൻ്റെ ആ വ്യക്തിപരമായ ഇഷ്ടക്കേടും ബുദ്ധിമുട്ടും ഒക്കെ ചില ആളുകളോടുള്ളത് മാറ്റിവെച്ച് ഈ മനുഷ്യനെ അവൻ പ്രതീക്ഷിച്ചു വന്ന കാര്യം സഹായിച്ച് തിരിച്ചയക്കുന്നു. നമുക്കും നമ്മുടെ വ്യക്തിപരമായ അനിഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആരോടെങ്കിലുമുള്ള ചില ഇഷ്ടക്കേടുകളും ഒക്കെ മാറ്റിവെച്ച് സാധിക്കുന്ന എല്ലാവർക്കും, അല്ലെങ്കിൽ അതൊന്നും ബാധിക്കാത്ത എല്ലാവർക്കും കഴിയുന്നത്ര നന്മ ചെയ്യാനായി പരിശ്രമിക്കാം. അതിന് ഈശോ നൽകുന്ന ഈ പ്രായോഗിക മാതൃക നമുക്ക് ജീവിതത്തിൽ സ്വീകരിക്കാം. ആമേൻ.